Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിൽ ഫോട്ടോഷോപ്പ് 2026ന്റെ ന്യൂ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടുതൽ കൺട്രോളോട് കൂടി റിയലിസ്റ്റിക് AI എഡിറ്റിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരുപാട് പവർഫുൾ ഫീച്ചേഴ്സുമായാണ് അഡോബ് ഫോട്ടോഷോപ്പ് 2026 വേർഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജനറേറ്റീവ് ഫില്ലിൽ പാർട്ട്ണർ AI മോഡൽസ്, ന്യൂ ഹാർമനൈസ് ടൂൾസ്, ജനറേറ്റീവ് അപ്സ്കെയിൽ വിത്ത് ടോപ്പാസ് ലാബ്സ്, അങ്ങനെയുള്ള ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ക്രിയേറ്റീവ് ക്ലൗഡിൽ അപ്ഡേറ്റ്സ് എന്ന സെക്ഷനിൽ നിന്നും ഫോട്ടോഷോപ്പിന്റെ ഈ ഒരു വെർഷൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് 2026 ഫീച്ചേഴ്സിൽ ആദ്യത്തേത് ജനറേറ്റീവ് ഫിൽ വിത്ത് പാർട്ട്ണർ AI മോഡൽസ് ആണ്. ഇതൊരു ബ്ലർ ആയതും റിഫ്ലക്ഷനോടും കൂടിയ ഒരു ഇമേജ് ആണ്. നമ്മുടെ സ്മാർട്ട് AI ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലെ റിഫ്ലക്ഷനാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജനറേറ്റീവ് ഫിൽ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ റിമൂവ് റിഫ്ലക്ഷൻ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൽ നിന്നും നമ്മുടെ ഇമേജ് ജനറേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് മോഡൽസിനെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അഡോബിൻ്റെ മോഡൽസും പാർട്ട്ണർ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. പാർട്ട്ണർ മോഡൽസ് എന്നത് പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. ഈ പ്രീമിയം ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ക്രെഡിറ്റ്സ് ആവശ്യമാണ്. ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനായി ക്രിയേറ്റീവ് ക്ലൗഡിൽ ഡിഫറെൻറ്റ് പ്ലാനുകളും അവൈലബിൾ ആണ്. ഞാനിവിടെ 2000 ക്രെഡിറ്റ്സ് ആണ് ഇതിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സ് കോണ്ടാക്ട്സ് പ്രോ, ജെമിനി 2.5 എന്നിങ്ങനെ പാർട്ട്ണർ മോഡൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ബീറ്റ വെർഷനിൽ ഈ ഫീച്ചേഴ്സ് മുന്നേ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഫോട്ടോഷോപ്പിന്റെ 2026 വെർഷനിൽ കൂടുതൽ അപ്ഡേറ്റോട് കൂടി ഈ ഫീച്ചേഴ്സ് ആഡ് ആയിരിക്കുകയാണ്. ഞാൻ ആദ്യം ഫ്ലെക്സ് കോണ്ടാക്ട്സ് പ്രോ എന്ന ഈ ഒരു മോഡലാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇനി ജനറേറ്റ് എന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിതിൽ ചെറുതായാണ് റിഫ്ലക്ഷൻ റിമൂവ് ആയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബിഫോർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബ്ലറായ ഒരു ഇമേജാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ ഇമേജ് ഇതിൽ ഒരുപാട് ഇംപ്രൂവ് ആയതായി കാണാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് അഡോബിൻ്റെ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. വീണ്ടും ഞാനിവിടെ റിമൂവ് റിഫ്ലക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം ഫയർഫ്ലൈ ഇമേജ് 3 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു പാർട്ട്ണർ മോഡലും അഡോബിൻ്റെ ഓൺ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ നിന്നും മനസ്സിലാവുന്നതാണ്. നമുക്കിതിൽ വളരെ മോശമായ റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കംപ്ലീറ്റായി നമ്മുടെ ഗ്ലാസ് ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. ഈ 3 വേരിയേഷൻസിലും ഇവിടെ ഇതുപോലെയാണ് നമ്മൾ കാണുന്നത്. പ്രീമിയം ഫീച്ചർ യൂസ് ചെയ്ത് ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രീമിയം ഫീച്ചർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെറ്ററായി നമ്മുടെ ഇമേജിനെ കൂടുതൽ റിയലിസ്റ്റിക് ആയി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇതിൽ നിന്നും മനസ്സിലായിരിക്കുകയാണ്. അടുത്തതായി ഹാർമനൈസ് എന്ന ഫീച്ചറാണ്. നമ്മൾ ഈ ഒരു ഇമേജിലേക്ക് ഇവിടെ നിന്നും ഈ ഒരു ആം ചെയറിനെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. നമുക്കിതിനെ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യാം. ഹാർമനൈസ് എന്ന ഫീച്ചർ ചെക്ക് ചെയ്യുന്നതിനായി വളരെ റഫായാണ് ഈ ഒരു ആം ചെയർ ഇതിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം ഹാർമനൈസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ 3 വേരിയേഷൻസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മളിതിൻ്റെ ബിഫോർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇൻറ്റീരിയർ ഇമേജുമായി യാതൊരു മാച്ചും ഇല്ലാതെയാണ് ഈ ഒരു ആം ചെയർ നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ഹാർമനൈസ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ റിയലിസ്റ്റിക് ഷാഡോസും ഒരുപാട് മാച്ചിങ് ആയതായി ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു സെക്കൻഡ് ഓപ്ഷനാണ് എനിക്കിതിൽ കൂടുതൽ മാച്ചിങ് ആയി ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഇമേജിൽ വളരെ റിയലിസ്റ്റിക് ആയി എന്തിനേയും പ്ലേസ് ചെയ്യുന്നതിനായി
ഈ ഒരു ഹാർമനൈസ് എന്ന ടൂൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ജനറേറ്റീവ് അപ്സ്കെയിൽ എന്ന ഫീച്ചറാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യാം. നമുക്ക് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യുന്നതിനായി ഇമേജ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ നിന്നും ജനറേറ്റീവ് അപ്സ്കെയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജനറേറ്റീവ് അപ്സ്കെയിലിൽ നമുക്ക് അഡോബിന്റെ മോഡൽസും പാർട്ട്ണർ പ്രീമിയം മോഡൽസും കാണാവുന്നതാണ്. ഈ പാർട്ട്ണർ മോഡൽസിൽ ടോപ്പാസ് ജിഗാ പിക്സൽ, ടോപ്പാസ് ബ്ലൂം എന്നിങ്ങനെ 2 മോഡൽസാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ടോപ്പാസ് ജിഗാ പിക്സൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഫേസ് റിക്കവറി എന്നിങ്ങനെ ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഇനി സെറ്റിംഗ്സിൽ ഫേസ് റിക്കവറി എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഔട്ട്പുട്ടിൽ നമുക്കിതിൽ 2x, 4x എന്നിങ്ങനെ 2 ഓപ്ഷനുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു അപ്സ്കെയിലിൽ ക്ലിക്ക് ചെയ്യാം. വളരെ ലോ റെസൊല്യൂഷൻ ആയ ഒരു ഇമേജാണ് നമ്മൾ ഇതിൽ അപ്സ്കെയിൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഇമേജ് ഇതിൽ അപ്സ്കെയിലായി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് ഒക്കെ ഇതിൽ വളരെ ഇംപ്രൂവ് ആയതായി കാണാവുന്നതാണ്. ഇനി അടുത്തതായി അഡോബിന്റെ മോഡൽ യൂസ് ചെയ്ത് നമുക്ക് അപ്സ്കെയിൽ ചെയ്ത് നോക്കാം. വീണ്ടും ഇമേജിൽ വീണ്ടും ജനറേറ്റീവ് അപ്സ്കെയിലിൽ ക്ലിക്ക് ചെയ്യാം. ഫയർഫ്ലൈ അപ്സ്കെയിലർ ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സ്കെയിലിൽ 4x ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അപ്സ്കെയിലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫയർഫ്ലൈ യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്തതും റൈറ്റ് സൈഡിൽ ടോപ്പാസ് ജിഗാ പിക്സൽ യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്തതുമായ ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വിന്നർ ടോപ്പാസ് ജിഗാ പിക്സൽ തന്നെയാണ്. വളരെ ഡീറ്റെയിൽ ആയി കവർ ചെയ്യുകയും നമ്മുടെ ഇമേജ് കൂടുതൽ ബെറ്റർ ആയതുമായി ഇതിൽ കാണാവുന്നതാണ്. ഈ പ്രീമിയം ഫീച്ചറിലൂടെ വളരെ നല്ല ഇംപ്രൂവ്മെന്റ് തന്നെയാണ് അപ്സ്കെയിലിംഗിൽ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഫീച്ചർ അഡോബ് സ്റ്റോക്ക് ഫോട്ടോസ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യാതെ തന്നെ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൽ നമ്മളൊരു ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്താൽ താഴെ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാറിൽ ആഡ് ഫ്രീ സ്റ്റോക്ക് ഇമേജസ് എന്ന ഈ ഒരു സെക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റോക്ക് ഇമേജസിനെ കാണുവാനും അതിൽ നിന്നും നമുക്ക് വേണ്ട സ്റ്റോക്ക് ഇമേജസിനെ സെലക്ട് ചെയ്ത് നമ്മുടെ പേജിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്റ്റോക്ക് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്ക് ഫ്ലോ ഇതിലൂടെ നമുക്ക് ഫാസ്റ്റ് ആക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പ് 2026 ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.